മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. കൊച്ചി എളമക്കര സർക്കാർ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ബാഗുകളും കുടകളും സമ്മാനമായി നൽകി. വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപാധികളുള്ള ഇടമായി സ്കൂളുകൾ മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, എങ്ങനെയാണ് കുരുന്നുകൾ വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് എത്തിയത്, അവരുടെ കൗതുകങ്ങൾ, കളിച്ചിരികൾ, ഗായത്രി സത്യദേവ വിവരങ്ങൾ നൽകും. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു. പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. മുഖ്യമന്ത്രിയാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 9 മണിയോട് കൂടി തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി പി രാജീവും ഒരുമിച്ചെത്തിയാണ്, ക്ലാസുകളിലെത്തിയാണ് വിദ്യാർത്ഥികളെ ആദ്യം സ്വീകരിച്ചത്. അതിനുശേഷം അവർ തന്നെ ഈ വിദ്യാർത്ഥികളെ പ്രധാന വേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു. കുട്ടികൾക്ക് കുടകളും മധുരപലഹാരങ്ങളും ഒപ്പം തന്നെ ബാഗുകളൊക്കെ വിതരണം ചെയ്തു. അത്തരത്തിൽ കുട്ടികളുടെ ഏറ്റവും മനോഹരമായ ഒരു മുഖം തന്നെ എന്തായാലും ഇന്ന് ഈ ഒരു ചടങ്ങിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദിവസത്തെ ഏറ്റവും സുന്ദരമാക്കി നിർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിന് മുൻപായി ഈ കുട്ടികൾ അവതരിപ്പിച്ച പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ഒരു ചിത്രീകരണം അത് സ്റ്റേജിൽ അരങ്ങേറി. അതിനുശേഷമാണ് ഉദ്ഘാടനം നടക്കുന്നത്. കേരളം ഇന്നേ കാലത്തോളം വരെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളിൽ അതിനെല്ലാം പ്രധാന ഘടകമായത് പൊതുവിദ്യാഭ്യാസ മേഖല നേടിയ ഉയർച്ചയാണെന്നും അതിനാൽ തന്നെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. എന്തായാലും 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 1-ാം ക്ലാസ്സിലേക്ക് ഇത്തവണ അഡ്മിഷൻ നേടിയിരിക്കുന്നത്. കൂടുതൽ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. വളരെയധികം മാറ്റങ്ങളോടുകൂടിയാണ് ഈ ഒരു അധ്യയന വർഷം കുട്ടികളെ വരവേറ്റത്. പാഠപുസ്തകത്തിൽ 1, 3, 5, 7 ക്ലാസ്സുകളിൽ പാഠപുസ്തകത്തിലടക്കം മാറ്റങ്ങൾ വരുത്തി സമയോചിതമായ രീതിയിൽ, കാലത്തിനനുചിതമായ രീതിയിൽ, പുതിയ സമൂഹത്തോട് കിടപിടിക്കുന്ന രീതിയിൽ, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും പെരുമാറണമെന്നും ഒക്കെ മനസ്സിലാകുന്ന രീതിയിൽ പുതിയൊരു പാഠ്യ പദ്ധതി വിഭാവനം ചെയ്യുന്ന രീതിയിൽ വളരെ വലിയ മാറ്റങ്ങൾ എന്തായാലും പാഠപുസ്തകത്തിലേക്ക് ഇത്തവണ കടന്നു വരികയുണ്ടായി. എന്തായാലും പുതിയൊരു കാലത്തേക്ക് ചുവടുവെക്കുമ്പോൾ അതിന് കടിഞ്ഞാൺ പിടിക്കേണ്ട കുട്ടികൾക്ക് ആ ഒരു കാലത്തെ നേരിടാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഒരു വിദ്യാഭ്യാസം നൽകുന്ന രീതിയിൽ എന്തായാലും പൊതുവിദ്യാഭ്യാസ മേഖല അവരുടെ പുസ്തകങ്ങളിലൂടെയും പാഠപുസ്തകങ്ങളിലൂടെയും ഒപ്പം ക്ലാസ്സുകളിലെ പഠനത്തിലൂടെയും ഒരു വലിയ ഉയർച്ച, ഉന്നതി നൽകുന്ന രീതിയിൽ ഒരു സമ്പ്രദായം തന്നെ രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അധ്യയന വർഷത്തെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. ഗായത്രി സത്യദേവാണ് വിവരങ്ങൾ നൽകിയത്.